ഉദയംപേരൂർ സ്വദേശി രമേശിനും കുടുംബത്തിനും പുതിയ വീടൊരുക്കിയിരിക്കുകയാണ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും സഹകരിച്ച് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിലൂടെ. എറണാകുളം ജില്ലയിലെ എന്റെ വീട് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലെ 6ാമത്തെ വീടാണ് രമേശിന് കൈമാറിയത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് പദ്ധതി പ്രകാരം 1000 വീടുകൾ നിർമ്മിച്ചിരുന്നു. അടച്ചുറപ്പുള്ള വീട് ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഉദയംപേരൂർ സ്വദേശി കെ.പി. രമേശും ഭാര്യ സൗമ്യയും 2 മക്കളും കുടുംബവും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിച്ചിരുന്ന വീട്ടിൽ മഴക്കാലത്ത് വെള്ളം കയറുന്നത് പതിവായിരുന്നു. ഈ ദുരവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമായി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബയിൽ നിന്നും രമേശും കുടുംബവും പുതിയ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. എറണാകുളം ജില്ലയിലെ 38ാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങാണ് ഇന്ന് ഇവിടെ വെച്ച് നടന്നത്. 1000 വീടുകൾ പൂർത്തിയാക്കിയതിന് ശേഷം രണ്ടാമത്തെ ഫേസിൽ ഒരു 1000 വീട് കൂടി പണിത് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പ്രോജക്റ്റിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വർഷം അവസാനത്തോടു കൂടി 2000 വീടുകൾ പൂർത്തിയാക്കി 2000 കുടുംബങ്ങൾക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരം സാധ്യമാക്കുക എന്ന് ലക്ഷ്യമിട്ടിട്ടാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ഉദയംപേരൂർ പഞ്ചായത്ത് അംഗങ്ങളായ എം.കെ. അനിൽകുമാർ, സോമിനി സണ്ണി, കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാനേജർ ജി. ദീപക്, മാതൃഭൂമി യൂണിറ്റ് മാനേജർ ഐശ്വര്യ ദാസ്, ചീഫ് റിപ്പോർട്ടർ സിറാജ് കാസിം എന്നിവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.